നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞങ്ങളുടെ കുടുംബശ്രീ സംഘത്തിൻ്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട്, അതായത് കന്നിമാസത്തിൽ ഓണാഘോഷം നടത്തി എന്നൊരു ചീത്തപ്പേര് ഞങ്ങൾക്കിപ്പോൾ വന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഓരോ വിഭവങ്ങൾ ഓരോരുത്തർ കൊണ്ടുവരിക, ഓരോരുത്തർ ഓരോ ഐറ്റം കൊണ്ടുവന്നിട്ട് സദ്യയാണ് നമ്മളിപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നിങ്ങളോട് പറയാനായിട്ടും, അപ്പം ഞാൻ എന്തായാലും അതിൽ സെലക്ട് ചെയ്ത ഐറ്റം കൂട്ടുകറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ വീഡിയോയാണ്. ഞാൻ ആദ്യം കുക്കറിൽ കടല വേവിക്കാൻ വെച്ചു, തലേദിവസം വെള്ളത്തിലിട്ടിട്ട് കടല വേവിക്കാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു, ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതുപോലെ ചെറിയ ജീരകം പൊട്ടിച്ചു, അതുപോലെ തന്നെ നമ്മുടെ ഉഴുന്ന്, അത്രയും സാധനങ്ങൾ. ഉഴുന്ന് കൂടുതലിടുന്നത് കറിക്ക് ടേസ്റ്റ് കൂടും. നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഈ വറുത്ത ഉഴുന്ന് കടിക്കണം, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു, നന്നായിട്ട് കടുക് വറുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ കൂട്ടുകറി ഉണ്ടാക്കി അത്ര ഒരു പരിചയമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ സദ്യ സമയത്തൊക്കെ ഇങ്ങനെ അത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാനിതിന് വലിയ മൈൻഡ് കൊടുത്തൊരു സാധനമല്ല. പക്ഷെ പിന്നീട് എപ്പോഴോ പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളിങ്ങനെ ഇതുപോലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടൊരു ഓണാഘോഷം നടത്തിയായിരുന്നു. ആ ഓണാഘോഷത്തിൽ ഞാൻ ഇതുപോലെ കൂട്ടുകറി ഇത് ട്രൈ ചെയ്തു, ഓൺലൈനിൽ നോക്കി. അപ്പോൾ അത് നന്നായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സംഘത്തിലും ഇത് തന്നെ ഏറ്റത്. നമുക്ക് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ നമ്മൾ നമ്മുടെ ബെറ്ററായ ഒന്നേ മറ്റൊരാളടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറയത്തുള്ളല്ലോ. അപ്പം അന്ന് എൻ്റെ ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഐറ്റം ഇങ്ങനെ ചെയ്തിട്ട് വരാം എന്ന് അവരുടെ അടുത്ത് പറയുകയും ചെയ്തത്. അപ്പം നന്നായിട്ട് ഇത് മൂക്കണം. നമ്മൾ ഈ ഇതിനൊക്കെ കടുക് വറക്കില്ലേ, ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നന്നായിട്ട് ബ്രൗൺ ആവില്ലേ, അങ്ങനെ ബ്രൗൺ ആയിട്ട് വരണം കേട്ടോ. നല്ല ഇതായിട്ട് നമ്മൾ കടിക്കുമ്പോൾ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഉഴുന്നും ബാക്കി നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് നന്നായിട്ട് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. കറി കൂട്ടുന്ന ടൈമിൽ അതിനകത്ത് നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് നിന്ന് എന്താ പറയുക, ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ആ മുളകെല്ലാം കൂടെ വെന്തിരിക്കുന്ന ആ ഒരു ടേസ്റ്റും നല്ലൊരു സ്വാദാണ് ആ മുളക് കഴിക്കാനായിട്ട്, എണ്ണയിൽ വറുത്ത് കോരുന്ന മുളക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മൂത്ത് വരുന്നവരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓണാഘോഷം നന്നായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഓരോ ഫാമിലിയിൽ നിന്നും ഓരോ ഐറ്റം കൊണ്ടിരുന്നാണ് നമ്മൾ ഓണാഘോഷം നടത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, എല്ലാ വീടുകളിലെയും ടേസ്റ്റ് നമുക്ക് സദ്യക്കകത്ത് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഫുൾ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ ഈ വറുത്തതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരുവത്തിൽ കൂടുതൽ മൂക്കണം കുറച്ച് ഭാഗം, എന്നാൽ ഒരു പരുവത്തിൽ താഴെ മൂത്താൽ മതി കുറച്ച് ഭാഗം. നമ്മളിതിലേക്ക് തേങ്ങ അരച്ചും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ഡ്രൈ ആക്കി തന്നെ ഇടുന്നുമുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കാൻ ഒത്തിരി പേർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അറിയാവുന്നത്. സദ്യയുടെ കൂട്ടുകറി ഉണ്ടാക്കാൻ അറിയാവുന്ന കുറച്ച് പേരുണ്ടാവുള്ളൂ. എനിക്കറിയില്ലായിരുന്നു നേരത്തെ കേട്ടോ. അത് നമ്മളപ്പം മൂക്കാൻ വെച്ചിട്ട് അടുത്ത പാത്രത്തിലേക്ക് എന്ത് ചെയ്തു, അതുപോലെ വാഴയ്ക്ക, ചേന, ചെറിയൊരു കുമ്പളങ്ങ കഷ്ണം, അതുപോലെ ഇച്ചിരി മത്തങ്ങ. ഞാൻ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി കേട്ടോ. ഈ കൂട്ടുകറിക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ ആ കടയിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, കൊച്ചേ കൂട്ടുകറി എന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും ചേരുന്ന കറിയാണ് കൂട്ടുകറി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം, ഞാൻ ഓൺലൈനിൽ നോക്കി കണ്ട വീഡിയോയ്ക്കകത്തെല്ലാം എല്ലാ കറിയിലെ സാധനങ്ങളും ഇല്ല, സദ്യ കൂട്ടുകറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത്രയും സാധനങ്ങൾ മാത്രം ഇതാക്കി. അപ്പോൾ നമ്മുടെ തേങ്ങ അവിടെ മൂത്ത് വന്നു. ഈ മൂപ്പിൽ വെച്ചിട്ട് നമ്മൾ കോരിയാണ് കുറച്ച്, അതായത് 1/3 ഭാഗം കോരി നമ്മൾ മാറ്റിയിട്ട് അരച്ചെടുക്കാൻ പോവുകയാണേ. ആ എല്ലാ സാധനങ്ങളും നല്ലതായിട്ട് മൂത്ത് അങ്ങ് എന്താ പറയുക, കരിയുന്ന വരുമൊന്നും ആയില്ല, ജസ്റ്റ് ഒന്ന് മൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള ഭാഗം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, നല്ല ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കടല വെന്തു, പച്ചക്കറി വെന്തു, അതുപോലെ തന്നെ അരപ്പുമായി. അപ്പം എന്നിട്ട് ഈ കടലയിലേക്ക് ഞാൻ ഈ അരച്ച അരപ്പ് ചേർത്ത് ഒരു കഷ്ണം ശർക്കരയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ലാസ്റ്റ് നമ്മുടെ വെന്ത പച്ചക്കറികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് തോന്നിയൊരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികൾ കുറച്ചും കൂടെ വേഗമായിരുന്നു. അതായത് കൂട്ടുകറി എന്ന് പറയുമ്പോൾ കുഴഞ്ഞിരിക്കുന്ന വരുവാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് ഞാൻ ആക്കിയെടുത്തു കേട്ടോ, കുത്തി ഇളക്കിയൊക്കെ ആക്കിയെടുത്തു. പക്ഷേ അതിന് മുന്നേ കുറച്ചുകൂടെ പച്ചക്കറി വെന്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതൊന്ന് ഒരു ഇളകിയ പരുവം വന്നേനെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.